ശരിക്കും പ്രകൃതി സൗഹൃദ ഗ്രന്ഥാലയം തന്നെയാണിത്. പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും. വീട്ടുപറമ്പിൽ പ്രകൃതി സൗഹൃദ ഗ്രന്ഥാലയം ഒരുക്കിയിരിക്കുകയാണ് കുറ്റ്യാടി കള്ളാട്ടെ തേങ്ങാക്കല്ലുമ്മൽ സുഗുണൻ. തേങ്ങാക്കല്ലുമ്മൽ മുത്തപ്പൻ ക്ഷേത്ര ഉത്സവത്തിന് മുത്തപ്പൻ ഗ്രന്ഥാലയം നാടിന് സമർപ്പിച്ചു. തേങ്ങാക്കല്ലുമ്മൽ തറവാട് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ക്ഷേത്രത്തിലെത്തിയ ഭക്തരെ അനുഗ്രഹിക്കാൻ മാത്രമല്ല ഒരു ലൈബ്രറി സമർപ്പിച്ചുകൊണ്ട് നാടിനെ കൂടി അനുഗ്രഹിക്കുകയായിരുന്നു മുത്തപ്പൻ. തേങ്ങാക്കല്ലുമ്മൽ തറവാട്ടിലെ സുഗുണനാണ് തന്റെ വീട്ടുപറമ്പിലെ കുളപ്പുര പ്രകൃതി സൗഹൃദ ലൈബ്രറിയാക്കി മാറ്റിയത്. നാട്ടുകാർക്ക് പുസ്തകങ്ങളും പത്രങ്ങളും വായിക്കാൻ മനോഹരമായ ഒരിടമാണിത്. തേങ്ങാക്കല്ലുമ്മൽ തറവാട്ടിലെ 102 വയസ്സുള്ള ചിരുത മുത്തശ്ശിക്ക് പുസ്തകങ്ങൾ നൽകിക്കൊണ്ടാണ് ലൈബ്രറിയുടെ ഉദ്ഘാടനം മുത്തപ്പൻ നിർവഹിച്ചത്. ഈ ഭാരതമുഖ്യ തേങ്ങാക്കല്ലുമ്മൽ വളരെ പ്രധാനപ്പെട്ട പേരുമായിട്ട് ഈ ഭാരതമുഖ്യ ഈ സ്ഥാനം മുൻപേരുമായിട്ട് പരമ്പരാഗതം മുത്തപ്പന വിശ്വസിച്ച് വന്ന വിശ്വാസം വരാറുണ്ട്. ഭാരതമുഖ്യ ഒരു തീർത്ഥക്കുളവും ഒരു ആ വായനാശീലവും ഉണ്ടാക്കാനൊരു വഴി മുത്തപ്പൻ കൊടുത്തിട്ടുണ്ട്. ഭാരതമുഖ്യ ഈ അനുഭവങ്ങളായിട്ട് ശ്രേയസായിട്ട് ഈ സന്നിധി പേരുമായിട്ട് മുത്തപ്പൻ്റെ അനുഗ്രഹവും മുത്തപ്പൻ്റെ കടാക്ഷവും മുത്തപ്പൻ്റെ കാവലും ഇവിടെ ഉണ്ടാവും. അത്രയും മുത്തപ്പൻ കൽപ്പിക്കുന്നുള്ളൂ കേട്ടാ. പിന്നെ വേറെ എന്താ വേണ്ട? 4 ഘട്ടം പരമ്പം 4 ഘട്ടം കല്ലും കൂട്ടിക്കെട്ടിയിട്ട് സ്വാന സങ്കല്പമാക്കിയിട്ട് ഒരു കല്ലെടുത്ത് വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. മാടമില്ല, കൂടമില്ല, കാപ്പില്ല, കടകമില്ല, പടിഞ്ഞാറ്റില്ല, വള്ളിയറയില്ല മുത്തപ്പന് ഉണ്ടാ ഇല്ല. ഇരിക്കട്ടെ നമുക്ക് ഭാരതമൊക്കെ. പക്ഷേ ഏതായാലും ഈ അവസ്ഥയിൽ മുത്തപ്പൻ എത്തിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, കടമക്കാരനും കാവലായിട്ട് ഇന്നും കൂടെയുണ്ട്. കൈവിട്ട് കളിവില്ല. കുളത്തിനോട് ചേർന്ന പൂർണ്ണമായും മരത്തിലാണ് പ്രകൃതി സൗഹൃദ ലൈബ്രറി ഒരുക്കിയത്. പുസ്തകങ്ങളും പത്രങ്ങളും ആർക്കും വായിക്കാം. ഏതാനും മാസങ്ങൾ കൊണ്ട് 5000-ലേറെ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ എത്തിക്കാൻ കഴിയുമെന്ന് സുഗുണൻ പറഞ്ഞു. നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഈ കുളപ്പര കുറച്ച് സൗകര്യപ്രദമായ രീതിയിലായിരുന്നു ഉള്ളത്. ധാരാളം കുട്ടികളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുകയും ഈ കുളത്തെ വീക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ആശ ഉദിച്ചത്. കുട്ടികൾക്കെല്ലാം വായിക്കാനുള്ള കുറച്ച് പുസ്തകങ്ങൾ കരുതിയാൽ ഒരു ഗ്രന്ഥാലയമായിട്ട് ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് വായനാശീലം ഉണ്ടാക്കുക, അവർക്ക് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരവസരം ഉണ്ടാക്കാൻ ഈ കുളപ്പര ഉണ്ടായാൽ വളരെ സന്തോഷമായിരിക്കുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും കുടുംബക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ അവരിഷ്ടം പോലെ പുസ്തകങ്ങളുമായിട്ട് എത്തുകയും ഇവിടെ ഒരു ലൈബ്രറി സ്ഥാപിക്കുവാൻ സാധിച്ചു. നേരത്തെ നമ്മൾ പണിതിരിക്കുന്ന ഈ കെട്ടിടം എൻ്റെ വല്യമ്മയുടെ പേരിൽ, അതായത് പുളിയങ്കോട്ട് മാണിക്യം മെമ്മോറിയൽ തേങ്ങാക്കല്ലുമ്മൽ പ്രകൃതി സൗഹൃദ ഗ്രന്ഥാലയം എന്ന ഒരു നാമം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രന്ഥാലയം സ്ഥാപിച്ചത്. തേങ്ങാക്കല്ലുമ്മൽ മടപ്പുരയിൽ നടക്കുന്ന തിരുവപ്പന മഹോത്സവത്തിന് തിരുവപ്പൻ തന്നെ, ശ്രീ മുത്തപ്പൻ തന്നെ നേരിട്ട് ഇവിടെ വരികയും ഇത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കർമ്മം കഴിച്ചുകൊണ്ട് ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം പുസ്തകങ്ങൾ ഭാഷാശ്രീ പോലെയുള്ള വലിയ സംഘടനകളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വളരെ ചാരിതാർത്ഥമുള്ള കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെയൊരു വായനശാല ഉണ്ടാകാനും ഭാവിയിൽ ഈ സമൂഹത്തിന് ഒരു നേർവഴി കാണിക്കുവാനുള്ള ഒരു മാതൃകാ സ്ഥാപനമായിട്ട് ഇത് വളരുമെന്ന് ഒരു വലിയൊരു പ്രതീക്ഷയുമുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ രാവിലെ വന്നു വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ഇവിടുന്ന് പുസ്തകം എടുക്കുന്നു, അവർ വായിച്ച പുസ്തകം അവിടെ വെക്കുന്നു. സുതാര്യമായ രീതിയിലാണ് പുസ്തകം എടുത്ത് ഇപ്പോൾ തൽക്കാലം ആരും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഏതായാലും അടുത്ത 2 മാസം കഴിഞ്ഞാൽ ഒരു 5000-ലധികം പുസ്തകം ഇവിടെ എത്താൻ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ ലൈബ്രറി പ്രവർത്തിക്കും പോലെ നമ്മൾ റെക്കാർഡിക്കലായിട്ട് അവർ പുസ്തകം എടുക്കുന്നതും അവർ തിരിച്ചു നൽകുന്നതൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു ലൈബ്രറിയൊക്കെ ആയിട്ട് പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സമൂഹത്തിലെ ആളുകൾക്ക് വന്ന് പുസ്തകം വായിക്കുക എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആളുകളൊക്കെ ഇവിടെയൊക്കെ പണി ചെയ്യുന്ന അവസരത്തിൽ ഒരു വിശ്രമാലയമായിട്ട് അവരിവിടെ വന്നിരിക്കുന്നു. അത്യാവശ്യം പത്രം വായിക്കുന്നു, പുസ്തകം വായിക്കുന്നു. ഇത് നാടിന് വലിയൊരു വെളിച്ചമായി തീരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കെട്ടിടത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മരത്തിൽ തീർത്താണ് ഈ കെട്ടിടം. അതുതന്നെ ഇതിനൊരു സവിശേഷതയുണ്ട്. ആളുകൾക്ക് വന്നിരിക്കുമ്പോൾ ഫാനിൻ്റെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ട്രിക്കൽ
സഹായമില്ലാതെ തന്നെ ഈ പ്രകൃതിയുടെ കാറ്റുകൊണ്ട് തന്നെ അവർ ഈ ആശ്വാസം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ശരിക്കും പ്രകൃതി സൗഹൃദ ഗ്രന്ഥാലയം തന്നെയാണിത്. പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ചാത്തൻകോട്ടുനട AJ ജോൺ മെമ്മോറിയൽ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകനായി പ്രവർത്തിച്ച റിട്ടയർ ചെയ്ത സുഗുണൻ സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയാണ്.